ഭാഗത്ത് അഞ്ജു നമുക്കൊപ്പം ചേരുന്നു. അർജുൻ്റെ സഹോദരിയുണ്ട്. അഞ്ജു, ഇപ്പോൾ ആ ദൃശ്യങ്ങൾ അഞ്ജു കണ്ടിട്ടുണ്ടാവും. നല്ല തെളിഞ്ഞ ഒഴുക്കാണ്, നല്ല വ്യക്തമാണ്, അവിടെയുള്ള ആ ഒഴുക്ക് വ്യക്തമാണ്, വളരെ കുറവുമാണ്. സാധാരണ നമ്മുടെയൊക്കെ പുഴയിൽ ഒഴുകുന്നത് പോലെ ഒരുപക്ഷെ അതിനേക്കാൾ കുറഞ്ഞ വേഗതയിലാണ് ഒഴുകുന്നത്. അടിയൊഴുക്കും കുറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇന്നലെ അന്വേഷണത്തിൽ. ഇന്നിപ്പോ സാധ്യത തെളിയുന്നു അല്ലേ അഞ്ജു? സാധ്യത തെളിയുന്നുണ്ട്. പക്ഷെ ഒരു സോണാർ മാത്രം ഉപയോഗിച്ചിട്ട് അതിൽ തെരച്ചിൽ നടത്തി ഡൈവ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് എത്രയും പെട്ടെന്നൊരു കണ്ടുപിടിക്കാൻ പറ്റും തോന്നുന്നില്ല. ഡ്രെഡ്ജറോ അല്ല അതുമാതിരിയുള്ള സാങ്കേതിക വിദ്യകൾ എന്തെങ്കിലും ഉപയോഗിക്കണോ, എന്നാലേ നമുക്ക് കുറച്ചുകൂടി. അതായത് ഈ ഒരാഴ്ച നമുക്ക് നിർണായകമാണ്. അടുത്ത മഴ പെയ്യുന്നതിന് മുൻപ് പരമാവധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സോണാർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ ഡ്രെഡ്ജർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തണം. അതെ വേണം സാർ. ഇതിപ്പോ ഒരുപാട് മഴ മഴ എങ്ങനെ വരും എന്ന് അറിയില്ല. കാരണം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു. 4 ദിവസത്തേക്ക് വേണ്ടി നിർത്തി വെച്ചത് ഇപ്പൊ 29ാമത്തെ ദിവസമാണ്. അപ്പൊ നമുക്ക് നല്ല ആശങ്ക ഉണ്ട് ഏത് രീതിയിലാണ് ഇനി തിരച്ചിൽ നടത്തുക എന്നുള്ളതിൽ. ഒരു മാസമാകാൻ പോകുന്നു. ഒരു വലിയ കുടുംബത്തിന്റെ കാത്തിരിപ്പാണ് അഞ്ജു. തീർച്ചയായിട്ടും അത് വേദനാജനകമായ ഒരു കാത്തിരിപ്പ് കൂടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഉത്തരാഖണ്ഡിന്റെ അധികാരികളോട് നമുക്ക് പറയാനുള്ളത്, ഡ്രെഡ്ജറോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ അതേപോലെയുള്ള JCBകളോ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ, ഒഴുക്ക് കുറഞ്ഞു നിൽക്കുമ്പോൾ, വെള്ളം തെളിഞ്ഞു നിൽക്കുമ്പോൾ കൂടുതൽ പരിശോധന നടത്തണമെന്നാണ് അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു അഞ്ജു. ഞങ്ങളുടെ പ്രതിനിധി അവിടെ തുടരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി അഭിലാഷ് കൂടി അവിടെ ഏകോപിപ്പിക്കും. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. അല്പസമയത്തിനുള്ളിൽ കളക്ടറുടെ ഒരു പ്രതികരണവും നമുക്ക് ലഭിക്കും. താങ്ക് യു അഞ്ജു.